ജമാഅത്തെ ഇസ്ലാമി പരിപാടിയിൽ CPM MLA ദലീമ കേരള അമീർ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടകനായ പരിപാടിയിലാണ് പങ്കെടുത്തത്. ഈ മാസം 11-ന് ആലപ്പുഴ വഴുതലയിൽ നടന്ന കനിവ് സെന്റർ ഉദ്ഘാടനത്തിലാണ് CPM MLA പങ്കെടുത്തത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനം CPM നേതൃത്വം ഉയർത്തുന്നതിനിടെയാണ് ദലീമ പരിപാടിയിൽ പങ്കെടുത്തത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഒരു വശത്ത് ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ രൂക്ഷമായി വിമർശിക്കുന്നു, മറുവശത്ത് രഹസ്യ കൂടിക്കാഴ്ച. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതാ പരസ്യമായ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ്. എന്താണ് CPM ഇതിൽ നൽകാനുള്ള വിശദീകരണം? ഈ MLA ദലീമ എന്താണ് പറയുന്നത്? അശ്വതി, CPM ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ ഒരു പൊതുപരിപാടിയിൽ ജമാഅത്ത് ഇസ്ലാമി സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ, അത് കേരള അമീർ പങ്കെടുത്ത പി മുജീബ് റഹ്മാൻ ഉദ്ഘാടകനാവുന്ന പരിപാടിയിലാണ് അരൂർ MLA ആയ ദലീമ പങ്കെടുത്തത്. ഇത് CPM പൊതുവിൽ പ്രഖ്യാപിക്കുന്ന നയങ്ങളും അതിന് വിപരീതമാണ് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ദലീമ ഈ പരിപാടിയിൽ പങ്കെടുത്തതിലൂടെ വ്യക്തമാകുന്നത്. എന്തുതന്നെയായാലും കഴിഞ്ഞ 11-ാം തീയതിയാണ് ഇത്തരമൊരു പരിപാടിയിൽ കനിവ് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് പങ്കെടുത്തത്. ഇത് CPM അനുമതിയോടെയാണോ എന്ന കാര്യം ഉൾപ്പെടെ ഇനിയും CPM തന്നെ വെളിപ്പെടുത്തേണ്ടതാണ്. CPM ജമാഅത്ത് ഇസ്ലാമിയെ ഇത്തരത്തിൽ വിമർശിക്കുമ്പോൾ അവരുടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു CPM MLAക്ക് അനുമതി നൽകുമോ, അഥവാ CPMന്റെ അനുമതി ഇല്ലാതെയാണോ ദലീമ പങ്കെടുത്തത്, അതിൽ എന്ത് നടപടിയാണ് പാർട്ടി സ്വീകരിക്കുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പാർട്ടി വിശദീകരണം നൽകേണ്ടതാണ്. എന്തുതന്നെയായാലും നമുക്കറിയാം, അരൂർ MLA ആണ് ദലീമ. അരൂർ മണ്ഡലത്തിൽ മുസ്ലിം വോട്ടുകൾ, ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകളും ഏറെ ഉള്ള ഒരു മണ്ഡലമാണ്. ആ ഒരു സാഹചര്യത്തിൽ വോട്ട് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കം എന്ന് തന്നെ ഇതിനെ വിലയിരുത്തേണ്ടി വരും. ഇത്തരത്തിൽ പലയിടങ്ങളിലും അമ്പലപ്പുഴ അടക്കമുള്ള SDPI ബന്ധമടക്കം നേരത്തെ ആരോപണം ഉയർന്നിരുന്നതാണ്. അതിന് സമാനമായ രീതിയിൽ പൊതുവിൽ പരസ്യമായി തന്നെ ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിയിൽ CPM MLA പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി അടക്കം വിശദീകരണം നൽകേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ദലീമയോട് ഏതെങ്കിലും തരത്തിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ എന്ന് പോലും ഇതുവരെയും പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിട്ടില്ല. ഇത്തരത്തിൽ വളരെ പറയുന്നതും പ്രവർത്തിക്കുന്നതും വ്യത്യസ്തമെന്ന് വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു നടപടിയാണ് CPM MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അശ്വതി, യെസ് സുധീഷ്, വ്യക്തമാണ്. ഈ CPMന്റെ അറിവോട് കൂടിയാണോ ഈ ദലീമ എത്തിയതെന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പാണ്, രഹസ്യമായുള്ള ചില ധാരണകൾ, കൂടിക്കാഴ്ചകൾ, സൗഹൃദങ്ങൾ ഇപ്പോൾ ഇതാ പരസ്യവേദിയിലും CPMന്റെ പ്രതിനിധികൾ നടത്തുന്നു. എന്നാൽ അതേ സർക്കാർ തന്നെയാണ് തുറന്നു പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത്. കനിവ് സെന്റർ ഉദ്ഘാടനത്തിലാണ് ഈ CPM MLA ദലീമ പങ്കെടുത്തത്. നടപടി ഉണ്ടാകുമോ എന്നൊക്കെ വരും മണിക്കൂറുകളിൽ കണ്ടറിയാം. സുധീഷാണ് വിവരങ്ങൾ നൽകിയത്.